വിഴിഞ്ഞത്ത് കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ മകൾ ജിജിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാണാതായതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ജോണിന്റെ വീട്ടിലെത്തിയപ്പോൾ ഈ പെൺകുട്ടി, അതായത് ജോണിന്റെ മകൾ ജിജി ചിരിച്ചു കാണിച്ചു എന്നാണ്. ചിരിച്ചു, അച്ഛനെ കാണാതായതിന്റെ വിഷമമൊന്നും മുഖത്തുണ്ടായില്ല, കാണേണ്ടവരെ കണ്ടപ്പോൾ മുഖത്ത് ചിരി വന്നു എന്നുള്ള രീതിയിൽ, എന്നൊരു ഹാപ്പിയാണ് കുട്ടി എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്രമണം നടക്കുന്നത്. അപ്പൊ കുട്ടിക്ക് ചിരിക്കാൻ അറിയാമല്ലേ, ഇതിനിടയിൽ ഒരു സർക്കാർ ജോലി എങ്ങനെ തരപ്പെടുത്തി എടുക്കാം എന്നുള്ള ചിന്തയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നത്. അപ്പം ഇങ്ങനെ സൈബർ ആക്രമണം കുറച്ച് ദിവസമായി, കാണാതായിട്ട് ഇപ്പൊ 13 ദിവസങ്ങൾ ആയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും ദിവസത്തിന് ഈ മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഈ ജിജി വന്നതിന് ശേഷമാണ് ഇത്രയും വ്യാപകമായ സൈബർ ആക്രമണം നടക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മാപ്പ് പറയണമെന്ന് ആ ഒരു ആവശ്യം, മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച വി.ഡി. സതീശൻ മാപ്പ് പറയണമെന്നുള്ളൊരു പ്രസ്താവന ഈ ജിജി നടത്തിയിട്ടുണ്ടായിരുന്നു. അതോടെ തുടർന്ന് അതിനുശേഷമാണ് ഈ സൈബർ ആക്രമണം കൂടുതൽ ഉണ്ടാവാനുള്ള കാരണം അങ്ങനെ ഇപ്പോൾ അതിരൂക്ഷമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ജിജി പല രീതിയിലും പല മാധ്യമങ്ങൾക്ക് മുന്നിലും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് പറയുകയും എല്ലാം ചെയ്യുന്നുണ്ട്. വളരെ കൃത്യമായും വ്യക്തമായിട്ടാണ് പറയുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗം ചേർന്നുകൊണ്ടാണ് പറയുന്നത്. അതായത് UDF-ന് എതിരായിട്ടുള്ള സംസാരമാണ് നടക്കുന്നത് എന്നൊക്കെയാണ് ഒരു വിഭാഗം പറയുന്നത്. അപ്പൊ അതിനെ തുടർന്നാണ് ഈ സൈബർ ആക്രമണം കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഇത്തരം ഒരു സാഹചര്യത്തിൽ, അതായത് സ്വന്തം അച്ഛനെ കാണാതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സൈബർ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സൈബർ ആക്രമണം നടത്തുന്നത് അച്ഛനെ കാണാതെ പോയ, അച്ഛൻ എന്തു പറ്റിയെന്ന് അറിയാത്ത ഒരു പെൺകുട്ടിയോട് ഒരു സൈബർ ആക്രമണം നടത്തുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്നാൽ മറുവശത്ത് ഇത് എപ്പോഴാണ് സൈബർ ആക്രമണത്തിലേക്ക് എത്തിയത് എന്നൊരു കാര്യമുണ്ടല്ലോ. ജിജി അച്ഛനെ കാണാതാകുന്നതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് ജിജിക്ക് തന്നെയാണ്. സർക്കാരിന്റെ വീഴ്ചയാണെന്നും ഭരണകൂടത്തിന്റെ വീഴ്ചയാണെന്നും സിസ്റ്റത്തിന്റെ തകരാറാണെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും, മുഖ്യമന്ത്രി അന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, കടലിൽ പോയവരുടെയൊക്കെ അവസ്ഥ അറിയാമല്ലോ എന്ന തരത്തിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് മാപ്പ് പറയണം, അത് ആ ഒരു മത്സ്യത്തൊഴിലാളി വിഭാഗത്തെ പൂർണ്ണമായി അപമാനിച്ചതാണ് എന്ന് ജിജി പറയുകയും ഒരു തരത്തിലുള്ള ബഹുമാനവും മുഖ്യമന്ത്രി വി.ഡി. സതീശനെ അയാളെന്നും ഇയാളെന്നും ഒക്കെ വിളിച്ച് ഒരു തരത്തിലുള്ള ബഹുമാനവും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ്, അധികാരത്തിൽ കയറ്റാൻ ഞങ്ങൾക്കറിയാമെങ്കിൽ ഇറക്കാൻ അറിയാം എന്നുള്ള തരത്തിലൊക്കെ പറയുമ്പോൾ അതിനൊക്കെ അച്ഛനെ കാണാതായ പെൺകുട്ടി അവർക്ക് നീതി കിട്ടാതിരിക്കുകയും അല്ലെങ്കിൽ അച്ഛനെ കണ്ടെത്താൻ കഴിയാതിരിക്കുകയും നീതി വ്യവസ്ഥ മുഴുവൻ അല്ലെങ്കിൽ നീതി കിട്ടാതിരിക്കുകയും ആ പറയുന്ന ഒരു സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ അവർ വൈകാരികമായി പല രീതിയിൽ പ്രതികരിക്കാം. ചിലപ്പോൾ അത് പൊട്ടിത്തെറിയായിട്ടായിരിക്കാം, ചിലപ്പോൾ ഇത്തരം പ്രതികരണങ്ങളിലൂടെ ആയിരിക്കാം. മാപ്പ് പറയണമെന്നാണ് ആ പെൺകുട്ടി ആദ്യം മുതലേ പറഞ്ഞത്, മുഖ്യമന്ത്രി മാപ്പ് പറയണം. മുഖ്യമന്ത്രി ഞങ്ങളെ കാണാൻ വരിക എന്നുള്ളതല്ല അത്യാവശ്യം, കാണാതെ പോയ ആളിനെ കണ്ടുപിടിക്കുക എന്നതാണെന്ന് പറയുമ്പോൾ അതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണ്. മുഖ്യമന്ത്രി വന്ന് കാണുന്നതിനപ്പുറത്തേക്ക് കാണാതായ അച്ഛനെ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. അത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും ജിജിക്കൊപ്പമായിരുന്നു. പക്ഷെ അത് മാറി അതൊരു സൈബർ അറ്റാക്കിലേക്ക് പോകുന്നത് മുഖ്യമന്ത്രി ജിജിയെ കാണാൻ ചെല്ലുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി, സങ്കടത്തോടു കൂടി, വളരെ ഒരു ദേഷ്യം ഒട്ടും ചിരിക്കാതെ, എന്നാൽ വൈകാരികമായിട്ടാണെന്നൊന്നും പറയാൻ കഴിയില്ല, ഒരു ദേഷ്യഭാവത്തോടു കൂടി നിൽക്കുന്ന ജിജിയാണ് നമ്മൾ കണ്ടത്. പിന്നീട് പ്രതിപക്ഷ നേതാവും CPM-ലെ മുൻ MLA-മാർ അടക്കമുള്ള ആളുകൾ ചെല്ലുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുന്ന ജിജിയെ കണ്ടു. ആ ഒരു ചിരിച്ചുകൊണ്ട് കാണേണ്ടവരെ കണ്ടപ്പോൾ ഹാപ്പി ആയില്ലേ എന്നുള്ള ചോദ്യത്തിലേക്ക് എത്തിച്ചത് ജിജിയുടെ രണ്ടുപേരും, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും വന്നപ്പോൾ അവരുടെ മുഖത്തിന്റെ ഭാവം കൊണ്ട് ആളുകൾ ചോദിച്ചതാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ സൈബർ അറ്റാക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ട് പൂർണ്ണമായി ഈ വിഷയത്തിൽ ജിജിക്ക് ഒരു രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ ജിജി പറയുന്നത് രാഷ്ട്രീയമല്ലേ എന്ന് ചോദിച്ചാൽ നമുക്കല്ല എന്നൊന്നും പറയാൻ കഴിയും. അല്ലെങ്കിൽ ജിജിക്ക് ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി CPM-ന്റെയോ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് വേണ്ടിയോ സംസാരിക്കുകയാണോ ജിജി എന്ന് ചോദിച്ചാൽ നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിൽ കൊണ്ടെത്തിച്ചത് ജിജി തന്നെയാണ്. പക്ഷെ ആദ്യം എങ്ങനെയായിരുന്നു? എല്ലാവരും ജിജിയെ പിന്തുണയ്ക്കുന്നു, എല്ലാവരും സർക്കാരിനെ വിമർശിക്കുന്നു. ആ സ്ഥാനത്ത് നിന്ന് ജിജിയുടെ നിലപാട് തന്നെയാണ് ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണങ്ങളിലേക്ക് ജിജി എത്തിച്ചത്. ഇനി സർക്കാർ പറയുന്ന ഇതൊന്നും ഒരിക്കലും, അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോഴും മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അതായത് അവർക്ക് പറയാനുള്ളത് പറയട്ടെ, കാരണം ഞാനാണല്ലോ ഉത്തരവാദി, കാരണം എന്നോടല്ലാതെ അവർക്ക് മറ്റൊരാളോട് പറയാൻ പറ്റും. കാരണം സിസ്റ്റത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് മുഖ്യമന്ത്രി വളരെ പക്വമായിട്ടാണ് മറുപടി പറഞ്ഞത്. സിസ്റ്റത്തിന് എന്നോട് പറയുന്നതിനപ്പുറത്തേക്ക് അവർ ഭരണത്തോട് പറയുന്നതാണ്
ഭരണപക്ഷത്തോട് പറയുന്നതാണ്, കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ഭരണകൂടത്തോട് പറയുന്നതാണ്, കാര്യങ്ങൾ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് വളരെ പക്വതയാർന്ന മറുപടി തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്തരം മറുപടി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ വേറൊന്നും പറയാനാകുന്നില്ല. കാര്യം സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. കടലിൽ കാണാതായവരെ കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇനി ജിജി അടക്കമുള്ളവർ ചിന്തിക്കണം, ഇത് ആദ്യമായി കടലിൽ കാണാതെ പോയ ആളല്ല ജിജിയുടെ പിതാവ് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയും പറഞ്ഞു. അതിനുമെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഭയങ്കര രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. കാരണം 148ഓളം പേരെ പിണറായി സർക്കാരിന്റെ കാലത്ത് കടലിൽ കാണാതെ പോയിട്ടുണ്ട്. അവരെ ഒന്നും ഇതുവരെ കണ്ടുപിടിക്കാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ഒരു രീതിയിലൊരു പരാമർശം മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് വി ഡി സതീശനെതിരെയും കുറച്ച് കാരണം അന്ന് കാണാതായ ഒരു കണക്ക് പറയല്ല വേണ്ടത്, ഇപ്പൊ കാണാതായ ആൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യമല്ലേ വരുന്നത്. അല്ല, ഇപ്പൊ കാണാതായ, അതാണ് ഞാൻ പറഞ്ഞത്, സർക്കാരിന് കണ്ടെത്തുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷമായി ഓഖി വന്നപ്പോഴും മുതലപ്പുഴയിലൊക്കെ സ്ഥിരം, ഇതിപ്പോ ഇന്നോ ഇന്നലെ, അല്ലെങ്കിൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോഴല്ല വിഴിഞ്ഞത്തും മുതലപ്പുഴയിലൊക്കെ ആളുകളെ കാണാതാകുന്നത്. അതിനൊന്നും തന്നെ ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ചിലപ്പോ അത് ഒന്നും ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണോ, അവരെ വിഷയത്തെ അത്ര സീരിയസ് ആയി എടുക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ഒന്നും തന്നെ ചെയ്തില്ല. കഴിഞ്ഞ 10 വർഷമായി ഈ സിസ്റ്റത്തെ ഇത്രയും മോശമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഇത് തന്നെയാണ് മത്സ്യത്തൊഴിലാളികളുടെ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ചോദിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷമായി സിസ്റ്റത്തെ ഇത്രയും വലിയ പരാജയത്തിൽ കൊണ്ടെത്തിച്ചത് പിണറായി വിജയന്റെ കാലത്താണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ, അദ്ദേഹത്തെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും അധികാരത്തിലിരിക്കുന്ന നിലവിലെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഈ ഒരു ഗൗരവം എന്തിനാണ് ഈ പെൺകുട്ടി കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് അവിടെ ഒരു രാഷ്ട്രീയം ഉണ്ടോ എന്ന് പോലും ആളുകൾ സംശയിക്കുന്നത്, സൈബർ അറ്റാക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നത്. ഇതിനിടയിൽ വന്ന കുറച്ച് സൈബർ അറ്റാക്കിലേക്ക് വന്ന കുറച്ച് കമന്റുകൾ നമുക്ക് നോക്കാം. അപ്പൊ ഈ കാണേണ്ടവരെ കണ്ടപ്പോൾ കുട്ടി എന്തൊരു ഹാപ്പി, അപ്പൊ കുട്ടിക്ക് ചിരിക്കാൻ അറിയാം അല്ലേ എന്നുള്ളൊരു ചോദ്യം എന്ന തലക്കെട്ടോടെയാണ് പല ഫോട്ടോസൊക്കെ വരുന്നത്. അതായത് പിണറായി വിജയനൊപ്പം പിണറായി വിജയന്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോ. പിന്നെ വന്നത് ഇവറ്റകൾക്ക് തന്തയും തള്ളയും ഒന്നുമല്ല പ്രധാനം, പാർട്ടിയാണ്. എന്ത് തോന്നിവാസവും മറ്റുള്ളവരെ വിളിച്ചു പറയാൻ യാതൊരു മടിയും ഇല്ലാത്ത വർഗമാണിത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് കൂടാതെ ശരിക്കും പറഞ്ഞാൽ സഖാത്തികൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഒരു പരുന്നാറി നികൃഷ്ട ജീവികളാണ്. ഇന്നലെ ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഈ പെണ്ണിന് വേണ്ടത്, അപ്പനെ തിരയിലാണോ അതോ വി ഡി സതീശന് മാപ്പ് പറച്ചിൽ ആണോ, വി ഡി സതീശന്റെ മാപ്പ്, അതുപോലെ LDFന് ഭരണം നഷ്ടപ്പെട്ടതാണോ ഇവരുടെ ഇത്ര അസ്വസ്ഥയാക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അച്ഛനെ കാണാതെ പോയി എന്ന് കാര്യം പറയുമ്പോഴും ആദ്യം മുതൽ അവസാനം വരെയും പറഞ്ഞത് മുഖ്യമന്ത്രി മാപ്പ് പറയണം, അച്ഛനെ കാണാതെ പോയി എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ കഴിയുന്ന, സർക്കാരിന് പറയാൻ കഴിയുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിക്കാൻ വേണ്ടി കടലിൽ പോകരുത് എന്ന നിർദ്ദേശമുള്ള സമയത്ത്, മുന്നറിയിപ്പുള്ള സമയത്താണ് ഈ ജോൺ കടലിലേക്ക് പോയത്. അപ്പൊ വേണമെങ്കിൽ സർക്കാരിന് ചോദിക്കാം, നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ നിങ്ങൾ പോയി നിങ്ങളായി വരുത്തി വെക്കുന്ന ദുരന്തങ്ങളിലെല്ലാം സർക്കാർ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. പിന്നെ അങ്ങനെ ചോദിക്കാൻ കഴിയില്ല. പക്ഷെ സർക്കാരിന് വേണമെങ്കിൽ ചോദിക്കാം, സർക്കാർ മാപ്പ് പറയണമെന്ന് പറയുക. ഇവിടെ രാഷ്ട്രീയം ഉണ്ടെന്ന് പറയുന്നത് എന്താണ്? പിണറായി വിജയനെ കാണുമ്പോൾ കഴിഞ്ഞ 10 വർഷമായി സിസ്റ്റം ഈ രീതിയിലാക്കിയ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നും കടലിൽ പോകുന്നവർ തിരിച്ചു വരുന്നില്ല, കാണാതെയാകുന്നു എന്ന് പറയുമ്പോൾ ആ സിസ്റ്റത്തിന് വി ഡി സതീശന് പങ്കുണ്ട് എങ്കിൽ, ജോണിനെ കാണാതെ പോയതിൽ വി ഡി സതീശന്റെ സർക്കാരിന് പങ്കുണ്ടെങ്കിൽ അതേ പങ്ക് തന്നെ പിണറായി വിജയന്റെ സർക്കാരിനും ഉണ്ടായിരുന്നു. അതൊന്നും ഈ കുട്ടി മനസ്സിലാക്കുന്നില്ല എന്നാണ്. അല്ലെങ്കിൽ ഇപ്പോ പല ആളുകളും, ലക്ഷ്മി പത്മ അടക്കമുള്ളവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഈ പെൺകുട്ടിക്ക് വേണ്ടി, ഈ പെൺകുട്ടിക്ക് രാഷ്ട്രീയമില്ലെന്നും ഈ പെൺകുട്ടിയുടെ രാഷ്ട്രീയം, ആരാണ് ഈ പെൺകുട്ടി എന്ത് സംസാരിക്കണമെന്ന് പറയുന്നതെന്നും ഒക്കെ പറയുമ്പോൾ മാധ്യമധർമ്മം അനുസരിച്ച്, അല്ലെങ്കിൽ എന്താണ്, ജോണിനെ കണ്ടെത്തണം, ജിജിക്ക് നീതി കിട്ടണം എന്നൊക്കെ പറയുന്നിടത്ത് ഇവരൊക്കെ എവിടെയായിരുന്നു? 140-ലധികം ആളുകളെ കടലിൽ നഷ്ടപ്പെട്ടപ്പോൾ കഴിഞ്ഞ ഭരണകൂടത്തിന്റെ സമയത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് 140-ലധികം പേരെ കാണാതെ പോയപ്പോൾ ഇവരൊക്കെ എവിടെയായിരുന്നു? ഇവരൊക്കെ എന്തുകൊണ്ട് അന്ന് പ്രതികരിച്ചില്ല? അന്ന് ഇവരൊക്കെ ഇത്രയും, അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ല ശക്തമായ രീതിയിൽ മാധ്യമ പ്രവർത്തകരടക്കം പ്രതികരിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരുമായിരുന്നു. എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ എന്തെങ്കിലും ചെറിയ തരത്തിലുള്ള മാറ്റമെങ്കിലും ഉണ്ടാകും. അന്നൊന്നും തന്നെ യാതൊരു വിധത്തിലും ഇവരാരും തന്നെ സംസാരിച്ചിരുന്നില്ല. മന്ത്രിമാരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് അതുമായി ബന്ധമുള്ള തീരദേശവും, അല്ലെങ്കിൽ ആ ഫിഷറീസ് വകുപ്പ് മന്ത്രി എന്ന് പറയുന്ന ബന്ധമുള്ള ആളായിരിക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിക്കുമ്പോൾ LDF സർക്കാരിന്റെ കാലത്ത്, അല്ലെങ്കിൽ കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് ഇവർക്ക് എന്ത് ചെയ്യുകയായിരുന്നു? ഇവരൊന്നും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഈ പ്രശ്നം എനിക്ക് തോന്നുന്നു ഈ സൈബർ അറ്റാക്കിന്റെ ഒരു പ്രധാന കാരണം, അന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട്, അതായത് മത്സ്യത്തൊഴിലാളി ഒരു സമൂഹത്തെ മൊത്തം അപമാനിച്ചു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രസ്താവന മുഖ്യമന്ത്രി നടത്തി. ആ മുഖ്യമന്ത്രി മാപ്പ് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പലതവണ ആവർത്തിക്ക് ആവശ്യപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് ഈ
സൈബർ അറ്റാക്ക് ഉണ്ടായി തുടങ്ങിയതെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനകത്ത് ഈ സമൂഹത്തെ മുഴുവൻ ആക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി, നമുക്കൊരു മന്ത്രി പോലും ഇല്ല. ഞങ്ങൾ പലവട്ടം പറഞ്ഞതാണ്, മന്ത്രി ഒരു മത്സ്യത്തൊഴിലാളി ഈ ആ സമൂഹത്തിൽ നിന്നുള്ള ഒരു മന്ത്രി തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മേഴ്സിക്കുട്ടി അമ്മ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ സമയത്ത് ഈ പ്രാവശ്യത്തെ മന്ത്രി നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ സമൂഹത്തിൽ നിന്നുള്ള ആളല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളെ ആയാൽ മാത്രമേ കടലിനെ കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് അറിയാൻ കഴിയുള്ളൂ, അതിനനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിലൊരു കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഉദ്യോഗസ്ഥരുണ്ട് ഇതിനെ ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമുദ്രമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഉദ്യോഗസ്ഥർ നിരവധി ഉണ്ടല്ലോ. അവര് അത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതുമാണ്. പക്ഷെ അല്ല, ഇവിടെ ഇപ്പൊ പറയുന്നത് നമ്മള് സ്വാഭാവികമായി എടുക്കുമ്പോൾ ഇപ്പൊ അച്ഛനെ കാണാതാകുന്ന കുട്ടികൾ വൈകാരികമായിട്ടായിരിക്കും സാധാരണഗതിയിൽ പ്രതികരിക്കാറ്. അത്തരം ഒരു വൈകാരികതയൊന്നും ജിജിയുടെ കാര്യത്തിലില്ല. ഏത് വിധത്തിലും മുഖ്യമന്ത്രി മാപ്പ് പറയണം എന്ന് പറയുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ച് ആദ്യം മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് പറഞ്ഞപ്പോഴൊന്നും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെന്നിവരെ കാണുമ്പോൾ, കുടുംബത്തെ പോയി കാണുമ്പോഴാണ്, അതിനു മുൻപ് ഒരുപാട് കാര്യങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു. അപ്പോൾ ഈ തരത്തിലുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായില്ല. മുഖ്യമന്ത്രി പോയി കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖഭാവം, അതിനുശേഷം പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പോയി കാണുമ്പോൾ ആ പെൺകുട്ടിയുടെ മുഖഭാവം കണ്ടിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സൈബർ അറ്റാക്കിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. ഇനിയിപ്പോ ആ പെൺകുട്ടിക്ക് ആദ്യം കിട്ടിയിരുന്ന ഒരു പിന്തുണ ഇപ്പോൾ കിട്ടാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം ആദ്യം നല്ല പിന്തുണ ഉണ്ടായിരുന്നു, ഇപ്പൊ ആ പിന്തുണയൊക്കെ മാറി ഒരു നെഗറ്റീവ് ഇമേജിലേക്ക് കാര്യങ്ങൾ കൊടുത്ത, ഇതൊരു രാഷ്ട്രീയമായി മാറി നെഗറ്റീവ് ഇമേജിലേക്ക് കാര്യം വന്നു. അപ്പോഴും ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നഷ്ടം ആ പെൺകുട്ടിക്കും കുടുംബത്തിനുമാണ്. കാണാതെ പോയത് ആ കുട്ടിയുടെ അച്ഛനാണ്. ഒരിക്കലും ആ പെൺകുട്ടിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, ഒരു തരത്തിൽ ആ പെൺകുട്ടി ഒരു രാഷ്ട്രീയം വെച്ചാണ് സംസാരിക്കുന്നത് എങ്കിൽ, ഒരു രാഷ്ട്രീയം വെച്ച് തന്റെ അച്ഛനെ കാണാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാമെന്നാണ് ആ പെൺകുട്ടി കരുതുന്നതെങ്കിൽ അത് തെറ്റാണ്. കാര്യം നഷ്ടമുണ്ടായിരിക്കുന്നത് ആ കുടുംബത്തിന് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ പാർട്ടിക്കൊന്നും ഒരു നഷ്ടവുമില്ല എന്ന് തിരിച്ചറിയണം. മറുവശത്ത് ആ കുട്ടി നിഷ്പക്ഷമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അച്ഛനെ കാണാതെ പോയ സമയത്ത് ഈ കാണിക്കുന്ന സൈബർ അറ്റാക്ക് ഒന്നും ശരിയല്ല. ഇനി ആ പെൺകുട്ടിക്ക് വേണ്ടി വാദോരാതെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഒരു ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ്. കഴിഞ്ഞ 10 വർഷം ഇതിനേക്കാൾ വലിയ കേസുകൾ 140ഓളം പേരെ കാണാതായപ്പോൾ എന്തുകൊണ്ടായിരുന്നു മൗനം പാലിച്ചത്? ജിജിക്ക് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? അതൊരു പെൺകുട്ടി ആയതുകൊണ്ടാണോ, ഏതെങ്കിലും ഒക്കെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ എന്നൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും.